ഹലോ ഫ്രണ്ട്സ്, യൂട്യൂബിൽ നിന്ന് മാസത്തിൽ $500 എല്ലാം അഡീഷണലായി ലഭിക്കാനുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. യൂട്യൂബിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് അഡ്വർടൈസ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂ, അഫിലിയേറ്റ് മാർക്കറ്റിൽ നിന്നുള്ള അല്ലെങ്കിൽ ഷോപ്പിംഗ് വഴിയുള്ള റവന്യൂ, ഇങ്ങനെയെല്ലാം നമ്മുടെ ചാനലിലേക്ക് റവന്യൂ എല്ലാം വരാറുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാതെ നിങ്ങൾക്ക് യൂട്യൂബിൽ ബോണസായി നിങ്ങൾക്ക് കുറച്ച് പണമെല്ലാം നേടാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയുള്ളവർക്കാണ് മാസം തോറും ഇങ്ങനെ ഈ ഒരു $500 എല്ലാം നേടാൻ സാധിക്കുക? ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. തീർച്ചയായും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് ബോണസ് എല്ലാം നൽകുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ബോണസ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് വരുമാനം എല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. ഇതിനു മുമ്പായി എങ്ങനെയാണ് നമ്മുടെ ഒരു വീഡിയോയിൽ ഇതിൽ പ്രൊഡക്റ്റ് എല്ലാം ടാഗ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമ്മുടെ ഒരു സുഹൃത്തെല്ലാം മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നിങ്ങൾ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഈ കണ്ടൻറ് എന്നതിൽ പോകുമ്പോൾ ഇവിടെ നിങ്ങളുടെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഷോർട്സ് വീഡിയോസ്, ലോങ് വീഡിയോസ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വീഡിയോ എല്ലാം സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ റാൻഡമായി ഒരു വീഡിയോ എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഈ എഡിറ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴാണ് ടാഗ് പ്രൊഡക്റ്റ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നത്. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് ഇത് നിങ്ങളുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാനെല്ലാം സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ ടാഗ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോയിൽ നിന്നും നമ്മുടെ ഫാൻസ് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ആരെങ്കിലും അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് എല്ലാം ഇതിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഒരു കമ്മീഷൻ എല്ലാം ലഭിക്കും. ഇപ്പോൾ എത്ര രൂപയാണ് കമ്മീഷൻ എന്നത് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇത് സെല്ലാവുകയാണെങ്കിൽ ഇത്ര % നമുക്ക് കമ്മീഷൻ എല്ലാം ലഭിക്കുക. ചിലപ്പോൾ 6% ചിലപ്പോൾ 10% ചിലപ്പോൾ 3% അപ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് ആഡ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് ഈ ഒരു കമ്മീഷനിലെല്ലാം വ്യത്യാസമെല്ലാം വരാം. അപ്പോൾ 2000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് എല്ലാമാണ് നമ്മൾ ടാഗ് ചെയ്തിരിക്കുന്നത് എന്ന് കരുതുക. ഇതിൽ 10% കമ്മീഷനെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും 200 രൂപയാണ് നമുക്ക് കമ്മീഷൻ ചാർജായി ലഭിക്കുക. അതായത് ആരെങ്കിലും ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ 200 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. ഇത് നോർമലായ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ കമ്മീഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഇത് മാത്രമല്ല, ഇതിൽ കൂടുതലായി നിങ്ങൾക്ക് ബോണസ് എല്ലാം തന്നെ നേടാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയുള്ളവർക്കാണ് ഇതുപോലെ $500 എല്ലാം തന്നെ മാസത്തിൽ അഡീഷണലായി ബോണസ് എല്ലാം നേടാൻ സാധിക്കുക? ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള എലിജിബിലിറ്റി എല്ലാം ലഭിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ചാനൽ ഇത് മോണിറ്റൈസ്ഡ് ആയിരിക്കണം. ഇനി അടുത്ത ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ മിനിമം 10,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം തികഞ്ഞിരിക്കണം. നേരത്തെ ഇത് 5,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം 10,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കണം. ഇനി അതുപോലെ ഇത് എല്ലാ രാജ്യത്തും ഈ ഒരു പ്രൊഡക്റ്റ് ടാഗിങ്ങോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ബോണസ് ഒന്നും ലഭിക്കുന്നില്ല. അപ്പോൾ എവിടെയുള്ള രാജ്യങ്ങൾക്കെല്ലാമാണ് ഇത് ലഭിക്കുക എന്ന് കൂടി നോക്കാം. നമ്മൾ US നിന്നാണ് അല്ലെങ്കിൽ കൊറിയ, ഇന്തോനേഷ്യ, തായ്ലാൻഡ്, വിയറ്റ്നാം, മലേഷ്യ, ഫിലിപ്പീൻസ്, ഇന്ത്യ അല്ലെങ്കിൽ സിംഗപ്പൂർ ഇങ്ങനെയുള്ള ഈ ഒരു രാജ്യങ്ങളിലെല്ലാമാണ് ഈ പ്രൊഡക്റ്റ് ടാഗിങ് എല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുക. മറ്റു രാജ്യത്തിൽ ഇപ്പോൾ ഈ ഒരു ഫീച്ചർ എനേബിൾ അല്ല. അപ്പോൾ ഇവിടെയുള്ളവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ടാഗിൽ നിന്നുള്ള വരുമാനമെല്ലാം നേടാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ചാനൽ ഒരു മ്യൂസിക് ചാനലൊന്നുമാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ടാഗൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ഒഫീഷ്യൽ ആർട്ടിസ്റ്റ് ചാനൽ ഇങ്ങനെയുള്ളവർക്കും ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് ഫീച്ചറൊന്നും ലഭിക്കില്ല. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ചാനൽ ഇത് മെയ്ഡ് ഫോർ കിഡ്സ് ചാനലെല്ലാമാണെങ്കിൽ അവർക്കും ഈ ഒരു ഓപ്ഷനൊന്നും ലഭിക്കില്ല. ഇപ്പോൾ ഇവിടെ എൻ്റെ മറ്റൊരു ചാനലിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, ഹായ് ടെക് ടിപ്സ് ആൻഡ് ട്രിക്സ് മലയാളം, കൺഗ്രാജുലേഷൻ, യു ഹാവ് ബീൻ സെലക്റ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻ അപ്കമിങ് യൂട്യൂബ് ഷോപ്പിംഗ് ബോണസ് പ്രോഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു എലിജിബിലിറ്റി എല്ലാം ഇവിടെ നൽകിയിട്ടുള്ള ഒരു മെയിലെല്ലാമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എലിജിബിൾ ക്രിയേറ്റേഴ്സിന് ഇത്തരത്തിലൊരു മെയിലെല്ലാം ലഭിക്കും. അപ്പോൾ അവർക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതുവഴി നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ബോണസ് എല്ലാം നേടാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് നമ്മുടെ ചാനലിലേക്ക് അഡീഷണൽ ബോണസ് എല്ലാം ലഭിക്കുക എന്ന് നോക്കാം. അതിനു മുമ്പായി നമുക്ക് വരുന്ന ഈ ഒരു ബോണസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം നമ്മുടെ വ്യൂവേഴ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം 60 to 120 ദിവസത്തിനുള്ളിലെല്ലാമാണ് നമുക്ക് ഇത് ആഡ് ആവുക. അപ്പോൾ എന്തിനാണ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് എന്ന് ചോദിച്ചാൽ
ഇപ്പോൾ ചില വ്യൂവേഴ്സ് എല്ലാം തന്നെ അല്ലെങ്കിൽ ചില കസ്റ്റമേഴ്സ് അവർ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം പർച്ചേസ് ചെയ്തതിന് ശേഷം അവർ ഈ പ്രൊഡക്റ്റ് ഇഷ്ടമല്ല എങ്കിൽ ഇത് റിട്ടേൺ ചെയ്യാറെല്ലാമുണ്ട്. ഇങ്ങനെ റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു കമ്മീഷനും ഇതും റിവേഴ്സ് ആകും. അതുപോലെ അതിൽ നിന്നുള്ള ബോണസ് എല്ലാം ലഭിക്കാൻ നമ്മൾ അർഹമാണെങ്കിൽ ഇങ്ങനെ റിട്ടേൺ ചെയ്യുന്നതിൽ നിന്നുള്ള കമ്മീഷനും ബോണസ് എല്ലാം തന്നെ റിവേഴ്സ് ആകും. അപ്പോൾ അതിനുള്ള ഒരു സമയമാണ് ഈ ഒരു 60 to 120 ഡേയ്സ് എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു ബോണസ് എല്ലാം ലഭിക്കുക എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ $100 സെയിൽസ് എല്ലാം നിങ്ങൾ ഒരു മാസത്തിൽ നടത്തിയെന്ന് കരുതുക. ഇത്തരത്തിൽ ഒരു മാസത്തിൽ $100 എല്ലാം തികയുകയാണെങ്കിൽ നിങ്ങൾക്ക് $5 ബോണസായി ലഭിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ $1000 സെയിലെല്ലാം നടത്തിയെങ്കിൽ $50 നമുക്ക് ബോണസായി ലഭിക്കാം. അതുപോലെ നമുക്ക് $5000 സെയിലെല്ലാമാണ് ചെയ്യുന്നത് എങ്കിൽ $250 ബോണസായി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ $10000 സെയിലെല്ലാം ഒരു മാസത്തിൽ നടക്കുകയാണെങ്കിൽ $500 നമുക്ക് ഇവിടെ ഈ ഒരു ബോണസിലേക്ക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സെയിൽസ് എല്ലാം ഇതെല്ലാം തന്നെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ ലിങ്ക്സ് എല്ലാം കൊടുത്ത് ഇതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ അഫിലിയേറ്റ് പ്രോഗ്രാം വഴിയുള്ള ബോണസ് എല്ലാം അല്ലെങ്കിൽ ഷോപ്പിംഗ് വഴിയുള്ള ബോണസ് എല്ലാം നേടാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളായ ഒരു കാര്യമാണിത്. ഒരുപാട് ചാനലുകൾക്ക് നല്ല രീതിയിൽ റവന്യൂ എല്ലാം ജനറേറ്റ് ചെയ്യുന്നതിനെല്ലാം ഇത് ഗുണം ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ ഇതുപോലെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഒന്നും ടാഗ് ചെയ്യാൻ പാടില്ല. അതായത് ഇതിനും നമ്മൾ കുറച്ച് പാലിക്കേണ്ടതായ കുറച്ച് പോളിസി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് അൺബോക്സ് ചെയ്യുന്നു, ആ ഒരു അൺബോക്സ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഇതിൻ്റെ ലിങ്ക് എല്ലാം തന്നെ നിങ്ങൾക്ക് ടാഗ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് ടാഗ് ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഈ ഒരു വീഡിയോയുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും പ്രൊഡക്റ്റ് എല്ലാം നിങ്ങൾ ടാഗ് ചെയ്യുന്നു എന്ന് കരുതുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആകാനെല്ലാം കാരണമാകും. അതിനാൽ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അൺബോക്സിങ് എല്ലാം ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം ടാഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് എല്ലാം ഇതുപോലെ കമ്മീഷൻ എല്ലാം ലഭിക്കുമല്ലോ എന്ന് കരുതി ഇതെല്ലാം തന്നെ നമ്മൾ ടാഗ് ചെയ്യാതിരിക്കുക. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്